നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോലികൾ വരെ വളരെ കൃത്യമായിട്ടും ഒരു മടുപ്പും കൂടാതെ റോബോട്ടുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഈ റോബോട്ടുകളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവുക? സത്യത്തിൽ ഈ റോബോട്ട് ചെയ്യുന്നത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്തിട്ടും അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനൊക്കെ വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ റോബോട്ടുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിൽ ഐടിയിലെ 6ാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് റോബോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേപോലെ നമ്മുടെ ലാബിലുള്ള റോബോട്ടിക് കിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെറിയ ചെറിയ ഡിവൈസുകൾ തയ്യാറാക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, റോബോട്ടുകളെ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ റോബോട്ടിനെ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെൻസേഴ്സ് ആണ്. അത്തരം സെൻസറുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോബോട്ടിന്റെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പം ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് സെൻസർ ഉപയോഗിക്കാം. അതേപോലെ ഇൻഫ്രാറെഡ്, നമ്മളെ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യം, ഒരു ഒബ്ജക്റ്റിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് IR സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിക്കാം. ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ചുള്ള പ്രവർത്തനം നമുക്കിവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര അറിയാവുന്ന ഒരു കാര്യമാണ് ക്യാമറ. ക്യാമറ എന്തിനാ? ചിത്രരൂപത്തിലൊക്കെയുള്ള ഇൻപുട്ടുകൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ, ചിത്രരൂപത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റോബോട്ട് മൈക്ക് യൂസ് ചെയ്യാറുണ്ട്. മൈക്ക് എന്തിനായിരിക്കും? ശബ്ദരൂപത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് റോബോട്ടിന്റെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ റോബോട്ട് ചുറ്റുന്നുള്ള സറൗണ്ടിങ്സിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശേഖരിച്ച് വെച്ചാൽ മാത്രം മതിയോ? പോരാ. ആ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ പ്രോസസ്സ് ചെയ്യണം. അത്തരത്തിൽ റോബോട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മൈക്രോ കൺട്രോളറോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറോ ഒക്കെ ആയിരിക്കും. അതായത് ഒരു റോബോട്ടിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് മൈക്രോ കൺട്രോളറാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ ഒക്കെയാണ് ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് നമ്മൾ റോബോട്ട് ഇങ്ങോട്ടേക്ക് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ ഒക്കെ തന്നെ കൃത്യമായിട്ട് ആ ശേഖരിച്ചിട്ടുള്ള ഡാറ്റകളെ, ശേഖരിച്ചിട്ടുള്ള ഇൻഫർമേഷനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ. ഈ ഔട്ട്പുട്ട് ഡിവൈസുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് റോബോട്ടിലുള്ളതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് റാസ്ബെറി പൈ, ESP32, അതേപോലെ ആർഡിനോ ഒക്കെ തന്നെ ഈ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കാം. ഈ ആർഡിനോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡാറ്റയൊക്കെ ശേഖരിച്ചു, അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തു, വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ലൈറ്റ് രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ശബ്ദ രൂപത്തിലായിരിക്കാം. ലൈറ്റ് രൂപത്തിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് LED യൂസ് ചെയ്യാറുണ്ട്. ശബ്ദ രൂപത്തിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബസർ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ യൂണിറ്റുകൾ, മോട്ടോറുകൾ, കോംപ്ലക്സ് മെക്കാനിക്കൽ കമ്പോണൻസ്, ഇവയൊക്കെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോബോട്ടുകളിൽ ഓട്ടോമാറ്റിക് മൂവ്മെന്റ്, യാന്ത്രിക ചലനങ്ങൾ, ഒരു മെക്കാനിക്കൽ മൂവ്മെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡിവൈസുകളെ നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്നാണ് പറയുക. കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം തിയറിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വേറ്റേഴ്സ് എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റോബോട്ടുകളിൽ ഓട്ടോമാറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ യാന്ത്രിക ചലനം, മെക്കാനിക്കൽ മൂവ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ സാധ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് സ്റ്റെപ്പർ മോട്ടോർ, സെർവോ മോട്ടോറുകളൊക്കെ. ഓക്കെ, അതിൽ സെർവോ മോട്ടോറും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ ഒക്കെ തന്നെ ആക്ച്വേറ്റേഴ്സിന് എക്സാമ്പിളുകളാണ്. നമ്മുടെ റോബോട്ടിക് കിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ആർഡിനോ ഉനോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് നമുക്ക് സെൻസേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും, ആക്ച്വേറ്റേഴ്സ്, ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ കണക്ട് ചെയ്തിട്ട് ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ മേക്ക് ചെയ്യുന്ന പരിപാടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റലിയിലുള്ള ഇൻട്രാക്ഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവ്രിയയിലെ റിസർച്ച് ടീമാണ് സത്യത്തിൽ ആർഡിനോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ചിലപ്പോൾ തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻട്രാക്ഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവ്രിയ, ഇറ്റലി.
നമുക്ക് എന്തായാലും ഈ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതിലെല്ലാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം, ബാക്കി നമുക്ക് വഴിയെ പ്രവർത്തനം ചെയ്യുമ്പോൾ പഠിക്കാം. അതിലിത് ഇവിടെ കാണുന്ന ഒരു ചിപ്പ് ഉണ്ട്. ഈ ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ ചിപ്പ് എന്ന് പറയുന്നത്. ATmega 328P എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ചിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളർ ചിപ്പിൻ്റെ അകത്ത് റാം, റോം, ഇൻപുട്ട്, ഔട്ട്പുട്ട് പോലുള്ള ഒരു കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ തലച്ചോറാണ് ഇത് എന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കേബിൾ വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള കോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ കോഡ് അപ്ലോഡ് ആവുന്നത് ഈ ഒരു മൈക്രോ കൺട്രോളർ ചിപ്പിലാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് അങ്ങ് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു LED ലൈറ്റ് കത്തിക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് ഇവിടെ ഇത് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡ് ബോർഡാണ്. ഇതിനെപ്പറ്റി പറയാം. ആദ്യം ബ്രെഡ് ബോർഡ് വേണം. പിന്നെ നമുക്കൊരു LED ലൈറ്റ് വേണം. ഈ ഒരു LED ലൈറ്റ് കത്തുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു LED ലൈറ്റ് വേണം. പിന്നെ ഒരു പ്രതിരോധകം അഥവാ റെസിസ്റ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ റെസിസ്റ്റർ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. റെസിസ്റ്റർ ഇവിടെ മാറ്റി വെക്കുന്നു. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആർഡിനോ യുനോ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ എടുക്കുന്നു. ആർഡിനോ യുനോനെ നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ USB കേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേബിളും നമ്മളിവിടെ എടുത്തു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജമ്പർ വയറാണ്. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എല്ലാം ഒരേപോലെ അല്ല. ഇതെന്ന് പറയുന്നത് ഇവിടെയും പിന്നാണ്. അപ്പോൾ ഇവിടെയും പിന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇത് മെയിൽ ടു മെയിൽ ജമ്പർ വയറാണ്. അതേപോലെ ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ സ്ലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറാണ്. അതേപോലെ ഇവിടെ നമുക്ക് അതിൻ്റെ രണ്ടിന് കോമ്പിനേഷൻ പോലെ ഇവിടെ നമുക്ക് സ്ലോട്ടും ഇവിടെ പിന്നും കാണാം. മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിന് ആവശ്യമുള്ളത് രണ്ട് മെയിൽ ടു മെയിൽ ജമ്പർ വയറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഈ ബ്രെഡ് ബോർഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കാണാം. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അതേപോലെ നടുവിലായിട്ട് A മുതൽ J വരെ അടയാളപ്പെടുത്തത് കാണാൻ പറ്റും. ഇതിവിടെ കുറെ ഹോൾസ് ഉണ്ട്. ഇത് തോന്നിയ പോലെയല്ല ഈ ഹോൾസ് വെച്ചിട്ടുള്ളത്. ഈ ഹോൾസിന് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതായത് ഇതിന്റെ വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു ബ്രെഡ് ബോർഡിന്റെ ബേക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടക്റ്റീവ് വയേഴ്സ് ഉണ്ടാവും. അത് ഈ രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരേ കണക്ഷനാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഈ ഒരു ബ്രെഡ് ബോർഡ് ഇത് ഈ രീതിയിലൊന്ന് വെക്കുക. ഓക്കെ, ഞാൻ ഇനി LED എടുത്തിട്ട് ഇവിടെ J എന്ന സ്ഥലത്തേക്ക് കൊടുക്കുന്നു. J എന്ന സ്ഥലത്ത് കൊടുക്കുമ്പം ഈ Jന്റെ തൊട്ട് നേരെ ആനോഡാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ നീളം കൂടിയ ഭാഗമാണ്. അതിന്റെ തൊട്ടടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്, അതായത് Jന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത് കാത്തോഡാണ്. LED പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഈ LEDക്ക് രണ്ട് ടെർമിനൽ ഉണ്ടാവും. ഓക്കെ, അതിൽ ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. ഇതങ്ങനെ ആയിപ്പോയതല്ല, ശരിക്കും അങ്ങനെ കൊടുത്തു തന്നെയാണ്. ഇതിൽ ഈ വലുത് എന്ന് പറയുന്നത് ആനോഡാണ്, ചെറുത് എന്ന് പറയുന്നത് കാത്തോഡാണ്. ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഈ കാത്തോഡ് കുറച്ച് ഇങ്ങോട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ കൊടുക്കുക. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെസിസ്റ്റർ എടുക്കുക. ഞാൻ ഇവിടെ റെസിസ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്ററിനെ ഞാൻ ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആനോഡിന്റെ കണക്ഷൻ ഇവിടെ വരെ വന്നല്ലോ. ഓക്കെ, ആനോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ വോൾട്ടേജ് ഇവിടെ വരെ ഉണ്ടാകും. അവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇവിടെ വരെ കിട്ടും. ആ ആനോഡിന്റെ ഭാഗത്ത് നിന്ന് അവിടെയുള്ള ഒരു ഹോളിൽ നിന്ന് ഞാൻ നേരെ മറ്റൊരു ഹോളിലേക്ക്, മറ്റെവിടെയെങ്കിലും ഉള്ളൊരു ഹോളിലേക്ക് ജസ്റ്റ് റെസിസ്റ്റർ കൊടുത്തു എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഇത്രയും നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ജമ്പർ വയർ എടുത്തിട്ട് കണക്ഷനാണ് കൊടുക്കുന്നത്. നേരെ 5 വോൾട്ട് ഇവിടെ കാണാം. ഓക്കെ, ഞാനിവിടെ മനസ്സിലാകാൻ വേണ്ടി റെഡ് എടുക്കുന്നു. ഇവിടെ 5 വോൾട്ടിൽ നിന്ന് ഒരു വയർ, ഒരു ജമ്പർ വയർ ഞാനിത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നേരെ ഇവിടെ കൊടുത്ത്, അതായത് 5 വോൾട്ട് നേരെ ഇങ്ങോട്ടേക്ക്. 5 വോൾട്ട് എന്ന് പറയുന്നത് ഇതിലൂടെ വരുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 5 വോൾട്ട് ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വന്നു, നേരെ റെസിസ്റ്ററിന്റെ ഉള്ളിലേക്ക് കയറി റെസിസ്റ്റർ വഴി നമ്മുടെ ആനോഡിലേക്ക് എത്തും. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കാത്തോഡിലെ കാത്തോഡിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം. ഇവിടെ നിന്ന്, അതായത് കാത്തോഡ് എവിടെയാണോ കണക്ട് ചെയ്തത് ആ ഒരു ലൈനിൽ നിന്ന് നേരെ ഒരു കണക്ഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് അത് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് വരുന്നത്. ഇതേപോലെ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് കണക്ട് ചെയ്താലും മതി. എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡയഗ്രാം, ആ ഡയഗ്രത്തിൽ ഉള്ളതുപോലെ ആ വയർ കണക്ട് ചെയ്യുക. അത്രയേ ഇവിടെ ഉള്ളൂ. അതേപോലെ ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാനിവിടെ USB കേബിൾ ഇതിവിടെ നിന്ന് നേരെ ഞാൻ ഈ ഒരു അറ്റം എടുത്തിട്ട് എന്ത് ചെയ്തു, ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഈ ഒരു LED കത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ
ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തോംസൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനകത്തും അതേപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റോബോട്ടിക് കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു കിറ്റ് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് പഠിക്കാൻ ആവശ്യമായുള്ള 10ാം ക്ലാസ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പണൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് റോബോട്ടിക്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും പല പ്രൊജക്റ്റുകളും ചെയ്ത് നോക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കമ്പണൻസ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ബൾക്കായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു കമ്പണൻസ് ഒക്കെ തന്നെ വാങ്ങാം. ഇനി നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന വിധത്തിലേക്ക് ഇതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുത്തിയാൽ മതി. ഇവിടെ 5 വോൾട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അത് കത്തിക്കൊണ്ട്, അതായത് അത് കെട്ടുപോവാതെ അത് ഫുൾ ടൈം കത്തി നിൽക്കുന്നത്. അതായത് 5 വോൾട്ട് ഇലക്ട്രിസിറ്റി ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ആവശ്യത്തിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമുക്ക് വേണ്ട സമയത്ത് അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റണം. അത് പ്രോഗ്രാം വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ കണക്ഷൻ ഇവിടെ കൊടുക്കരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കണക്ഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുക, നേരെ ആ കണക്ഷൻ കൊണ്ടുപോയിട്ട് 13ലേക്ക് കണക്ട് ചെയ്യാം. 13 ആയാലും 0 to 13 വരെ ഡിജിറ്റൽ പിന്നാണ്. ഓക്കെ, 13ൽ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. 0 മുതൽ 13 വരെ ഡിജിറ്റൽ പിന്നാണ്. ഡിജിറ്റൽ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യത്തിന് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. പ്രോഗ്രാം വെച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ഞാനിവിടെ ഈ വയർ 5 ഇങ്ങോട്ടേക്ക് അഴിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഡിജിറ്റൽ പിൻസ് ഉണ്ട്. 13ാമത്തെ പിന്നിൽ 13ൽ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് പ്രകാരം 13ൽ കണക്ട് ചെയ്യും. ഓക്കെ, 13ൽ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 13ൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്തിട്ട് അത് എപ്പോൾ ഓഫ് ആവണം എപ്പോൾ ഓൺ ആവണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് പിക്ടോബ്ലോക്സ്. നമുക്കിവിടെ താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പിക്ടോബ്ലോക്സ് സെർച്ച് ചെയ്തെടുക്കാം. പി എന്നടിക്കുമ്പോൾ തന്നെ അവിടെ പിക്ടോബ്ലോക്സ് ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ അത് ഓപ്പൺ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു എന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് കോഡിംഗ് എന്ന സെക്ഷൻ എടുക്കുക. ബ്ലോക്ക് കോഡിംഗ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് വിൻഡോ കിട്ടുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആർഡിനോവിനോ നേരെ നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക. USB കേബിൾ യൂസ് ചെയ്ത് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറേ ബ്ലോക്കുകൾ കാണാൻ പറ്റും. ഇവിടെ ഒന്നും ആർഡിനോവിനോ എന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആർഡിനോവിനോ എന്ന് പറയുന്ന ആ ഒരു ബോർഡ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ബോർഡ് എന്ന മെനുവിലേക്ക് വരിക. ആ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബോർഡ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആർഡിനോവിനോ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിന് മുകളിൽ ഇവിടെ കാണാം, അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർഡിനോവിനോ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്ത ഡിവൈസിൻ്റെ പേര് കാണാം. ജസ്റ്റ് കണക്ട് എന്ന് കൊടുക്കുക. കണക്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു വിൻഡോ വന്നില്ല എങ്കിൽ ജസ്റ്റ് ഈ കണക്ട് എന്ന് പറയുന്ന മെനു കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി. അപ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ജസ്റ്റ് കണക്ട് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് എക്സാമിന് തെറ്റിക്കാനുള്ള സാധ്യത ഇവിടെയാണ്. ഇവിടെ 2 മോഡുകളുണ്ട്, സ്റ്റേജ് മോഡും അപ്ലോഡ് മോഡും. നമുക്ക് ഈ 2 മോഡും ആവശ്യമുണ്ട്. പക്ഷെ ആദ്യത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നമുക്ക് അപ്ലോഡ് മോഡാണ് വേണ്ടത്. അപ്പോൾ എന്താണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ അപ്ലോഡ് മോഡ് എടുക്കുന്നു. അപ്ലോഡ് മോഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആർഡിനോയുടെ ഉള്ളിലുള്ള മൈക്രോ കൺട്രോളറിൻ്റെ അകത്തേക്ക് പോയിട്ട് അതിലുള്ള മെമ്മറിയിലേക്ക് പോയിട്ട് സ്റ്റോർ ആവും. അങ്ങനെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ സെയിം സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ ഈ ഒരു പ്രോഗ്രാം വേണമെന്നില്ല. കാരണം ഓൾറെഡി നമ്മളത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആർഡിനോയുടെ ഉള്ളിലുള്ള മൈക്രോ കൺട്രോളറിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിന് പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. കാരണം ആ കോഡ് അതിനകത്തുണ്ടാവും. എന്നാൽ നിങ്ങൾ സ്റ്റേജ് മോഡിൽ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിൽ ഇതൊക്കെ നമ്മളിങ്ങനെ ഓൺ ചെയ്ത് ആ ഒരു പ്രോഗ്രാം അവിടെ റൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ആ ടൈമിൽ. ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, പവർ മാത്രം കിട്ടിയാൽ പോരാ. ക്ലിയർ അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇങ്ങനെ വിൻഡോ വന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ അവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ നേരെ അപ്ലോഡിലേക്ക് വരുന്നു. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് അപ്ലോഡ് സെക്ഷനാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഈ ആർഡിനോ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ. ഈ ആർഡിനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. വെൻ ആർഡിനോ സ്റ്റാർട്ടപ്പ്
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആർഡിനോ യൂനോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് താഴെ നമ്മൾ കൊടുക്കുക. വലുതാക്കാൻ വേണ്ടി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യം ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യമുള്ള ബ്ലോക്കുകളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തിടാം, എന്നിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് 2 എണ്ണം കൂടി വേണം. ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് എന്ന് കണ്ടോ, ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ആ ബ്ലോക്കിന് ഒന്നുകൂടി എടുക്കുക. പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട. ഇനി നേരെ കൺട്രോളിലേക്ക് പോവാം. കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫോർ എവർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണാം, അതും ഇങ്ങോട്ട് എടുക്കുക. അതേപോലെ ഫസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണാം, അത് 2 എണ്ണം ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പോയി എടുത്താലും മതി. ഇനി നമ്മൾ നമ്മുടെ പണി അങ്ങോട്ടേക്ക് തുടങ്ങുന്നതാണ്. പ്രോഗ്രാമാണ്, ബ്ലോക്ക് കോഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വെൻ ആർഡിനോ യൂനോ സ്റ്റാർട്ടപ്പ്, അതായത് നമ്മുടെ ആർഡിനോ ബോർഡ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആർഡിനോ യൂനോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയാണ് 4 അവർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ബ്ലോക്ക് കണ്ടോ, സെറ്റ് ഡിജിറ്റൽ പിൻ, ഇതിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. അതായത് സെറ്റ് ഡിജിറ്റൽ പിൻ 13, അതായത് നമ്മളിപ്പം ആ ഒരു LED ലൈറ്റ് 13 എന്ന ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിന്ന് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 സ്റ്റേറ്റ് കാണാം, ഹൈയും ലോയും. ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആണ്, ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആണ്. ക്ലിയർ അല്ലേ? അതൊരു സംശയമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്തിനാ? ഡിജിറ്റൽ പിൻ 13, ഈ പിന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് കണക്ട് ചെയ്തത്, ഇപ്പോൾ 2ലോ 3ലോ വേറെ ഏതെങ്കിലും ഡിജിറ്റൽ പിന്നിലാണ് കണക്ട് ചെയ്തതെങ്കിൽ അതിന് കണക്കായിട്ട് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 13ൽ തന്നെയാണ് കണക്ട് ചെയ്തത്, അതുകൊണ്ട് 13 തന്നെ കൊടുക്കുന്നു. അപ്പോൾ ആ 13 എന്ന് പറയുന്നത് പിന്നെ ഓൺ ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ അത് ഓൺ ആണെങ്കിൽ, ഡിജിറ്റൽ പിൻ ഓൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ലൈറ്റ് കത്തും. ഓക്കെ, ലൈറ്റ് കത്തുമ്പം എത്ര സെക്കൻഡ് അത് കത്തണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡ് അത് കത്തി വെയിറ്റ് ചെയ്ത് നിൽക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കത്തി നിന്നാൽ മാത്രം മതിയോ? പോരാ, നമുക്കത് കെടണം. ലൈറ്റ് കത്തിയാൽ പോരാ, അത് കെടാൻ വേണ്ടിയാണ് നമ്മളിത് വീണ്ടും ഇതേ ബ്ലോക്ക് തന്നെ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ലൈറ്റ് കത്തിച്ചു, മീൻസ് ഹൈ മീൻസ് അത് ഓൺ ആക്കുകയാണ് ചെയ്തത്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ പിൻ ഓഫ് ചെയ്യുന്നു. ഡിജിറ്റൽ പിൻ 13 അതിൻ്റെ ഔട്ട്പുട്ട് ആസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തു വെച്ചാൽ ലൈറ്റ് കെട്ടും. എത്ര ടൈം അത് കെട്ട് നിൽക്കണം? അതിനാണ് വെയിറ്റ് 1 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് കുറച്ചിട്ട് 0.5 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചെറിയ സെക്കൻഡ് മാത്രമേ അത് വെയിറ്റ് ചെയ്യൂ. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു കോഡ് നമ്മുടെ ആർഡിനോ യൂനോയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അപ്ലോഡ് കോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർഡിനോ യൂനോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, നമ്മൾ അത് അപ്ലോഡ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്ത പോലെ അത് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. എത്രയാണോ നമ്മൾ വെയിറ്റിംഗ് ടൈം കൊടുത്തത് അതേ സെക്കൻഡ് തന്നെയാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്. ആ വെയിറ്റിംഗ് ടൈം നമുക്ക് സെക്കൻഡ് കുറക്കാം കൂട്ടും ഒക്കെ ചെയ്യാം. അതിന് കണക്കായിട്ട് ഇത് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സെക്കൻഡും അവിടെ കൃത്യമായിട്ട് വന്നോളും. പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഫയൽ എന്ന് കാണാം. ഫയലിൽ സേവും സേവ് ആസും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ സേവ് ആസ് ആണ് കൊടുക്കുന്നത്. അത് സേവ് ആസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോൾഡറിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്താണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക. മൈ പ്രൊജക്റ്റ് എന്ന സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് കൊടുക്കാൻ പറയാം. ഞാനിപ്പോൾ തൽക്കാലം LED എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്കെ, കൃത്യമായിട്ട് പേര് കൊടുക്കുക. .sb3 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. ആ എക്സ്റ്റൻഷൻ മാറ്റം വരുത്തേണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു, പ്രൊജക്റ്റ് സേവ്ഡ് എന്നായി. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബസർ മൊഡ്യൂൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സർക്യൂട്ട് തയ്യാറാക്കലാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് നമ്മുടെ ആർഡിനോ യൂനോ, അത് ഞാനിവിടെ കേബിൾ വെച്ച് USB കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബസർ മൊഡ്യൂള്, പിന്നെ 3 ജമ്പർ വയർ വേണം. ഇത് മെയിൽ ടു ഫീമെയിൽ വയറാണ്.
അപ്പോൾ കണക്ഷനെ പറ്റി പറയാം. നമ്മളിവിടെ 3 എണ്ണം കാണാൻ പറ്റും. ആദ്യത്തേത് VCC ആണ്. ഇത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ആ ബസർ മൊഡ്യൂൾ നോക്കിയാൽ മനസ്സിലാവും. VCC ഉണ്ട്. ഇവിടെ IO എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നതാണ്. പിന്നെ ഗ്രൗണ്ട് GND എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട്. VCC എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ 5 വോൾട്ട് ആണ് കണക്ട് ചെയ്യേണ്ടത്. ആ കാര്യം ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. VCC എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? 5 വോൾട്ട്. പിന്നെ നമുക്ക് എന്ത് വേണം? എപ്പോഴും ഗ്രൗണ്ട് നമ്മൾ കൊടുക്കും. ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. കാരണം ഇങ്ങോട്ടേക്ക് കൂടി അത് വരണം. അതിനുവേണ്ടി ആ ഗ്രൗണ്ട് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ക്ലിയർ അല്ലേ? ഇനി നടുവിലുള്ള IO എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിജിറ്റൽ പിന്നിലേക്ക് എപ്പോഴും കൊടുക്കുക. ഡിജിറ്റൽ പിന്നിൽ കൊടുക്കുന്ന എന്തിനാ? നമുക്ക് പ്രോഗ്രാമിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ, ആവശ്യമുള്ളപ്പോൾ ഓഫ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോഗ്രാംസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 എന്ന ഡിജിറ്റൽ പിന്നിലേക്ക് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അതേ രീതിയിൽ തന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഈ കണക്ഷൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു എന്ന് മാത്രം. ഞാൻ എന്നിട്ട് ഇത് എന്ത് ചെയ്തു? ലാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത സെയിം പ്രോഗ്രാമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ നേരത്തെ സെയിം പ്രോഗ്രാം സേവ് ചെയ്തില്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പിലൂടെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ചെറിയ 1-2 മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. സെറ്റ് ഡിജിറ്റൽ പിൻ. നമ്മളിവിടെ ഡിജിറ്റൽ പിൻ 13 LED ആണ് കണക്ട് ചെയ്തത്. ഇപ്പം LED ഒക്കെ നമ്മൾ ഊരി മാറ്റി. ഇപ്പം ബസറാണ്. ആ ബസർ മൊഡ്യൂള് ഏത് ഡിജിറ്റൽ പിന്നിലാണ് കണക്ട് ചെയ്ത്? 8-ലല്ലേ? അതുകൊണ്ട് ഡിജിറ്റൽ പിന്ന് 8 ആക്കിയിട്ട് കൊടുക്കുക. ക്ലിയർ? ഇവിടെയും ഡിജിറ്റൽ പിൻ 8 ആക്കി കൊടുക്കുക. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 8 ആക്കിയിട്ട് കൊടുത്തു. ഇത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ അപ്ലോഡ് കോഡ് എന്ന ബട്ടൺ ഉണ്ട്. അപ്ലോഡ് കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ കൊടുത്ത അതേ സെക്കൻഡ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്തുനിന്ന് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ റോബോട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റോബോട്ടിക് കിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. അതിലുള്ള ചില കമ്പണൻസിനെ പറ്റിയും പഠിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു LED ലൈറ്റ് കത്തിച്ചു, അതിനെ ബ്ലിങ്ക് ചെയ്യിപ്പിച്ചു. അതേപോലെ തന്നെ ബസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് ആ ബസറിന്റെ ബീപ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമല്ല, ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിലൂടെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നുപോയിട്ടില്ലാലോ. അടുത്ത വീഡിയോയിൽ കാണാം.